എൻ ബുദ്ധിശക്തി വീടും ധനവും എന്റേതല്ലാമേൽ നിന്റേതത്രേ. അബ്ബാ പിതായൻ താലന്തുകൾ നിൻ സേവയ്ക്കായി മാത്രം ഏൽപ്പിക്കുന്നേ, സേവയ്ക്കായി മാത്രം ഏൽപ്പിക്കുന്നേ. ലൂക്കോസ് 12:15. ഒരുത്തന് സമൃദ്ധി ഉണ്ടായാലും അവന്റെ വസ്തുവകയല്ല അവന്റെ ജീവന് ആധാരമായിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ലോകം നമ്മോട് പറയുന്നത് കൂടുതൽ കൂടുതൽ സമ്പാദിക്കുക എന്ന. എന്നാൽ യേശു കർത്താവ് നമ്മോട് പറയുന്നു, നമ്മുടെ യഥാർത്ഥ സമ്പത്ത് വസ്തുവകകളിലല്ല, ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തിലാണ്. അതുകൊണ്ട് ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് നാം സ്വാതന്ത്ര്യം പ്രാപിക്കണം. ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിന് മുഖ്യസ്ഥാനം നൽകി ജീവിക്കാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ലോകപ്രകാരമുള്ള നേട്ടങ്ങളെക്കാൾ അങ്ങയുമായുള്ള ബന്ധത്തിന് പ്രാധാന്യം കൊടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ലോകത്തിൽ എന്തുണ്ടെങ്കിലും എന്തില്ലെങ്കിലും അങ്ങയുമായുള്ള ഞങ്ങളുടെ ബന്ധം ഏറ്റവും ദൃഢമായിരിക്കുവാൻ കർത്താവേ കൃപ ചെയ്യണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.